ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചന പാഠപഠനത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ അടിയങ്ങളുടെ സുഖ്യ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുന്ന നല്ല അവസരങ്ങൾക്കായി അടിയങ്ങൾ നന്ദിയോട് സ്തോത്രം. കർത്താവെ, തിരുവചനം പഠിക്കുവാനായി ഞങ്ങൾ ആരംഭിക്കുമ്പോൾ തിരുമേനിയുടെ തിരുകൃപ ധാരാളമായിട്ട് ഞങ്ങളുടെ മധ്യത്തിലുണ്ടാവണം. ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മ നിറവ് ഞങ്ങൾക്ക് നൽകി തരണം. വചനം വായിക്കുവാനും പഠിക്കുവാനും കർത്താവെ അത് ഹൃദയസ്ഥമാക്കുവാനും അതിനനുസരണമായി ജീവിക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണം. ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം അന്ത്യകാലമാണ്. കർത്താവിൻ്റെ വചനങ്ങൾ വായിച്ചു പഠിച്ച് ബലവത്തായി തീരുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണം. കൃപയിലും കരുണയിലും കാക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേ. ഈ ക്വാർട്ടറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൗത്യം, എൻ്റെ ദൗത്യം. ഏതാണ്ട് 11 പാഠങ്ങൾ അതിനെക്കുറിച്ച് നാം പഠിച്ചു. ഇന്ന് നാം പഠിക്കുന്നത് 12ാമത്തെ പാഠമാണ്, എസ്തറും മൊർദെഖായിയും. ഇന്നത്തെ മനപ്പാഠവാക്യം: എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളവും എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. യെശയ്യാവ് 49:6. ഞാൻ മനപ്പാഠവാക്യം വീണ്ടും വായിക്കുന്നു. എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളവും എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. യെശയ്യാവ് 49:6. ഇന്ന് നാം പഠിക്കുന്ന പാഠം എസ്തറും മൊർദെഖായിയും. ആരാണ് ഈ എസ്തർ? എസ്തർ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന ബൈബിളിലെ 2ാമത്തെ ഗ്രന്ഥമാണ് എസ്തർ. ആദ്യത്തെ ഗ്രന്ഥം രൂത്ത്. എസ്തർ, ഈ പുസ്തകത്തിൽ, എസ്തർ എന്ന പുസ്തകത്തിൽ ദൈവം എന്ന പദം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇതിലെ സകല സംഭവങ്ങളിലും ദൈവസാന്നിധ്യമുള്ളതായി നമ്മൾക്ക് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ എസ്തറിലുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് എസ്രായുടെ പുസ്തകം 6ാം അധ്യായത്തിനും 7ാം അധ്യായത്തിനും ഇടയിൽ ഏതാണ്ട് 60 വർഷത്തെ ചരിത്രമുണ്ട്. ഈ 60 വർഷത്തെ ചരിത്രമാണ് എസ്തറിൻ്റെ പുസ്തകത്തിൽ. എസ്രായുടെ പുസ്തകത്തിൽ 6ാം അധ്യായത്തിലും 7ാം അധ്യായത്തിലും ഇടയ്ക്കുള്ള ആ സമയമെന്ന് പറയുന്നത് 60 വർഷം. അന്ന് സംഭവിച്ച സംഭവ വികാസങ്ങളാണ് എസ്തറിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ്തർ എന്ന വനിതയുടെ എബ്രായ നാമം ഹദസ എന്നാണ്. ഹദസ. എസ്തർ 2:7 അതിൻ്റെ അർത്ഥം കൊഴുന്ത്. എസ്തർ എന്ന പേർഷ്യൻ നാമത്തിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. അപ്പം അഹേശ്വരോസ് രാജാവ് വസ്തി രാജ്ഞിയെ രാജ്ഞി പദത്തിൽ നിന്നും നീക്കിയപ്പോൾ ഏതാണ്ട് BC 479 എസ്തറിനെ രാജ്ഞിയായി അവരോധിക്കുന്നു. അപ്പം മൊർദെഖായി ആരാണ്? ഇത്രയുമാണ് എസ്തറിൻ്റെ ഒരു ചെറിയ ആമുഖം. അപ്പം മൊർദെഖായി ആരാണ്? എസ്തർ എന്ന എന്ന ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവാണ് മൊർദെഖായി. ബെന്യാമിൻ ഗോത്രക്കാരനാണ്. യായീരിൻ്റെ മകനാണ്. അപ്പം ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യോഖ്യാന്യോടുകൂടെ കൊണ്ടുപോയ ആളുകളുടെ കൂട്ടത്തിൽ ഈ മൊർദെഖായി ഉൾപ്പെടും. അപ്പം ബാബേൽ രാജാവ് ഇവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ്. മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളാണ് എസ്തർ. ഈ എസ്തറിൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. അത് കാരണം മൊർദെഖായിയാണ് ഈ എസ്തറിനെ വളർത്തിയത്. എസ്തർ 9:26 മുതൽ 31 വരെ അടിസ്ഥാനമാക്കി യഹൂദന്മാർ പൂരിം എന്ന് പറയുന്ന ഒരു ഉത്സവം ആചരിക്കുന്നുണ്ട്. അത് ഇന്നും അവർ ആചരിക്കുന്നുണ്ട്, പൂരിം. അത് എസ്തറിൻ്റെ പുസ്തകം 9ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും മൊർദെഖായിയും എസ്തറും പേർഷ്യൻ രാജധാനിയായ ശൂഷനിൽ ആണ് താമസിച്ചിരുന്നത്. അവർ രണ്ടുപേരും യഹൂദരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ
ഒരു പരമ്പര തന്നെയാണ് എസ്തർ എന്ന പുസ്തകത്തിൽ നാം കാണുന്നത്. എസ്തർ രാജ്ഞിയായി തീർന്നത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ രാജാവ് എസ്തറിനെ സകല സ്ത്രീകളെക്കാളിലും ഉപരിയായി സ്നേഹിച്ചുവെന്നും കരുതിയെന്നും അവരോടൊരു പക്ഷം കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവളെ ഇഷ്ടമായിട്ട് ദൈവം തോന്നിച്ചൊരു സ്നേഹം ഈ രാജാവിന് എസ്തറിനോടുണ്ടായിരുന്നു. അങ്ങനെ ഈ രാജാവ് അവൻ്റെ രാജകിരീടം അവളുടെ തലയിൽ വെച്ചിട്ട് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. നമ്മൾ ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ വിദേശ സംസ്കാരത്തിൽ ബന്ദിയാക്കി എന്നുള്ളതാണ് ഹെഡിങ്. വിദേശ സംസ്കാരത്തിൽ ബന്ദിയാക്കി. ബന്ദി മീൻസ് ഇങ്ങനെ അടിമയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വിദേശ സംസ്കാരത്തിൽ താമസിക്കുന്നവരെ പ്രവാസികളെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അത്ര സുഗമമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആദ്യം അവർ ബാബിലോണിയരുടെയും ഈ യഹൂദര് ആദ്യം ബാബിലോണിയരുടെയും പിന്നെ ബാബിലോണിയ രാജ്യം ക്ഷയിച്ചപ്പോൾ പേർഷ്യൻ രാജ്യം വന്നു. ആ പേർഷ്യൻ രാജാവിൻ്റെ കീഴിലുള്ള ബന്ദികളായിട്ട് മാറി. അവർക്ക് പല കഠിനമായ പ്രതിസന്ധികളും അവർ തരണം ചെയ്യേണ്ടിയിരുന്നു ഈ ബന്ദികളായിട്ട് അവിടെ കഴിഞ്ഞപ്പോൾ. ഈ ബന്ദികളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഈ ഹമാസ് പിടിച്ചുകൊണ്ട് പോയി അവരെ പാർപ്പിച്ചിരിക്കുന്ന ഇസ്രായേലിലെ ആൾക്കാരുണ്ട്. അതുപോലെ മാറ്റി പാർപ്പിക്കുന്ന അവരെയാണ് ഈ ബന്ദികളെന്ന് പറയുന്നത്. അപ്പം യഹൂദ ജനത അവരുടെ സ്വന്തം രാജ്യത്ത് താമസിച്ചിരുന്നപ്പോൾ അവരുടെ രാജ്യത്തെ നിയമം തന്നെയായിരുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ നിയമം. അപ്പം ഒരു തലത്തിൽ അത് ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നതിന് അതിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ശനിയാഴ്ച അവിടെ അവധിയാണ്. അവിടുത്തെ എല്ലാ ശിക്ഷാവിധികളും ന്യായപ്രമാണം അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും ഒരു തലത്തിൽ ദൈവത്തോട് വിശ്വസ്ത പുലർത്താനും വളരെ എളുപ്പമാണ് ആ സ്ഥലം. എന്നുവെച്ചാൽ എന്നാൽ രാജ്യത്തിൻ്റെ കൽപ്പന എന്ത് തന്നെയായാലും ദൈവത്തോട് വിശ്വസ്ത പുലർത്തണമെങ്കിൽ നമ്മൾ ഹൃദയംഗമായ തീരുമാനിക്കണം. അല്ല, കൽപ്പന ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തോട് വിശ്വസ്ത പുലർത്താൻ കഴിയില്ല. അത് നാം ഹൃദയംഗമായി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാത്ത പക്ഷം വിശ്വാസത്യാഗം സംഭവിക്കും. ഹൃദയംഗമായി നമ്മൾ വിശ്വാസത്തിലായില്ല എങ്കിൽ വിശ്വാസത്യാഗം സംഭവിക്കും. യെശയ്യാവ് 29:13 അവിടെ ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മനുഷ്യ കൽപ്പന എത്ര. അപ്പം ഇത് ദൈവത്തിൻ്റെ തന്നെ സാക്ഷ്യമാണ്. യെശയ്യാവ് 27:13 ഈ ജനം അടുത്ത് വന്ന വായ് കൊണ്ടും അധരം കൊണ്ടും അവരെന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ ഹൃദയം കൊണ്ടല്ല എന്ന് പറയുന്നു. കാരണം എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് അകത്ത് ദൂരത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരെങ്ങനെ അനുസരിക്കുന്നത്? അത് അവർ മനഃപ്പാടമാക്കിയ കാര്യങ്ങൾ കൊണ്ട് അവർ ഭക്തി കാണിക്കുന്നു. ദാനിയേൽ 1:1 മുതൽ 22 വരെയുള്ള ഭാഗത്ത് 3:12 1 മുതൽ 12 വരെ 6:1 മുതൽ 9 വരെ ഭാഗങ്ങളിൽ അവിടെ ഒരു വിദേശ സംസ്കാരത്തിൽ ജീവിക്കുന്ന ദൈവജനം അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികളെ കുറിച്ചാണ് പറയുന്നത്. ഒരു വിദേശ സംസ്കാരത്തിൽ ജീവിക്കുന്ന ദൈവജനത്തിനുണ്ടാകുന്ന വെല്ലുവിളി. അപ്പം ശരിക്കും അത് ദാനിയേലിൻ്റെ ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദാനിയേലിനെയും കൂട്ടുകാരുടെയും. അപ്പം ദാനിയേലിന് 16 വയസ്സുള്ളപ്പോഴാണ് ബാബിലോണിലെത്തിയത്. അത് BC 606. ദാനിയേൽ രാജവംശജനായിരുന്നു. ഇവിടെ ബാബേലിൽ എത്തിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബാബിലോണിൽ എത്തിക്കഴിഞ്ഞിട്ട് അവൻ കൊട്ടാരത്തിൽ വളർത്തപ്പെട്ടു. ബാബേലിലെ സകല വിദ്യയും ഭാഷയും അഭ്യസിച്ചു. ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി. അത് എബ്രായൻ നെയ്മാണ് ദാനിയേൽ. അപ്പം ദാനിയേലിനും കൂട്ടുകാർക്കും ആദ്യം നേരിടേണ്ടി വന്നത് അവരുടെ പേരുമാറ്റമാണ്. അവരെ ബന്ദിയാക്കി കൊണ്ടുപോയപ്പോൾ അവർക്ക് ആദ്യം നേരിടേണ്ടി വന്ന വെല്ലുവിളി പേരുമാറ്റം. അതിനാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാം, ദാനിയേലിന് കൂട്ടുകാർക്ക് അവർ ശരിക്കും പേര് മാറ്റി അവരുടെ. അപ്പം ദാനിയേലിന് ബാലിൻ്റെ ദാസൻ എന്ന അർത്ഥമുള്ള ബെൽസാസർ എന്ന് പേരിട്ടു. ഹനന്യാവിൻ്റെ പേര് മാറ്റി ചന്ദ്രദേവൻ്റെ ദാസൻ എന്ന അർത്ഥമുള്ള ശദ്രക്ക് എന്ന് നാമകരണം നൽകി. മീഷായേൽ എന്ന പേര് മാറ്റി പകരം
ഷാഖ് ദേവിക്ക് തുല്യൻ എന്നർത്ഥമുള്ള മേഷക് എന്നാക്കി, അസ്രിയാവ് എന്ന പേര് മാറ്റി അഗ്നിദേവൻ്റെ ദാസൻ എന്ന അർത്ഥമുള്ള അബേദ്നെഗോ എന്നുമാക്കി. അപ്പോൾ ഈ ഇത്രയും പേരുടെ, ശദ്രക്, മേശക്, അബേദ്നെഗോ അതെല്ലാം അവരുടെ ദൈവങ്ങളുടെ പേരാണ്. ബെൽഷസ്സർ അവരുടെ ദൈവങ്ങളുടെ പേരാണ്. അപ്പം അതാണ് അവർ ആദ്യം നേരിട്ട, ഈ ബന്ദികളായതുകൊണ്ട് ആദ്യം നേരിട്ട വെല്ലുവിളി. അടുത്ത പ്രശ്നം ഭക്ഷണമാണ്. അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. രാജഭോജനവും വീഞ്ഞും. പക്ഷെ അവർ തീരുമാനിച്ചു, ദാനിയേലും കൂട്ടുകാരും തീരുമാനിച്ചു, അവരുടെ ശരീരം ഒരു കാരണവശാലും രാജഭോജനം കൊണ്ടോ വീഞ്ഞ് കൊണ്ടോ അശുദ്ധമാക്കത്തില്ല. പക്ഷെ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ കാണാം. അപ്പം ദൈവം അധികാരികളുടെ ഹൃദയത്തിൽ തോന്നിച്ചു, ഇവരാഗ്രഹിക്കുന്ന ശാഖപദാർത്ഥം ഇവർക്ക് ലഭിക്കുവാൻ. അന്ന് അവർക്ക് അങ്ങനെ ഒരു അനുമതി കിട്ടി. എന്നാൽ ഇവർ ഒരു രാജാവിൻ്റെ സന്നിധിയിൽ ഇവരെ കൊണ്ട് ആരോഗ്യവാന്മാരാണോ ബുദ്ധിശാലികളാണോ എന്ന് അറിയുന്നതിന് വേണ്ടി അവരെ കൊണ്ട് നിർത്തിയപ്പോൾ മറ്റ് പണ്ഡിതന്മാരെക്കാളിലൊക്കെ ഏറ്റവും കൂടുതൽ യോഗ്യത ദാനിയേലിനും കൂട്ടുകാർക്കുമാണ് ഈ രാജാവും നോട്ട് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദാനിയേൽ 3:1 മുതൽ 12 വരെ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് 2 സ്വപ്നമാണ് കണ്ടത്. അതിലൊരു സ്വപ്നം വലിയൊരു ബിംബം. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കണ്ട വലിയൊരു ബിംബം, അതിന് തല തങ്കം. ആ തങ്കം ബാബിലോൺ രാജ്യത്തെ ചിത്രീകരിക്കുന്നു. അത് നെബൂഖദ്നേസർ രാജാവ് തങ്കം. അപ്പോൾ ഈ സ്വപ്നം കണ്ടിട്ട് ദാനിയേൽ എല്ലാം വിവരിച്ചു കൊടുത്തു. അത് കേട്ടിട്ട് വളരെയധികം ആകർഷനായ രാജാവ് തല തങ്കം കൊണ്ടാണ്. അതിൽ അത്രയും മാത്രം പ്രശസ്തി ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ രാജാവ് തന്നെ ഒരു ബിംബം ഉണ്ടാക്കി. അതിന് 90 അടി ഉയരമുണ്ട്, 9 അടി വ്യാസമുണ്ട്. അതെവിടെ നിർത്തിയെന്നറിയുമ്പോൾ ദൂര സമഭൂമിയിൽ നിർത്തി. എന്നിട്ട് ജനങ്ങളോട് രാജാവ് കൽപ്പിച്ചു, എന്തൊക്കെയാണെന്നറിയാമോ? കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം, ഈ മുതലായ സകല വാദ്യ നാദവും കേൾക്കുമ്പോൾ ജനമെല്ലാം ഈ ബിംബത്തെ മുട്ടുകുത്തി നമസ്കരിക്കണം. അതാണ് അവർക്ക് ദാനിയേലിനും കൂട്ടർക്കും വന്ന 3ാമത്തെ വെല്ലുവിളി, ആരാധനയിലുള്ള മാറ്റം. അവർ സത്യദൈവത്തെ ആരാധിക്കുന്നവർ, അവർ ബിംബത്തെ ആരാധിക്കുന്നവരല്ല, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരല്ല. അവർ തീരുമാനിച്ചു അവർ അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. എന്നാൽ ഈ രാജാവ് ഉണ്ടാക്കിയൊരു കൽപ്പന എന്ന് പറയുന്നത്, ഈ ബിംബത്തെ ആരും നമസ്കരിക്കുന്നില്ലെങ്കിൽ നമസ്കരിക്കാത്തവരെ തീച്ചുളയിലിട്ട് ചുട്ടുകൊന്നുകളയും. ശരിക്കും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീരുമാനിച്ചു. ദാനിയേൽ ആ സ്ഥലത്ത് അവിടെ ചരിത്രത്തിൽ വെളിപ്പെടുന്നില്ല. അവർ നമസ്കരിക്കുന്നില്ല എന്ന് രാജാവിന് റിപ്പോർട്ട് കിട്ടിയപ്പോൾ രാജാവിൻ്റെ കൽപ്പന കൊണ്ട് തന്നെ അതിന് 7 മടങ്ങ് ശക്തി ഈ തീച്ചുളയ്ക്ക് കൂട്ടി. എന്നിട്ട് ദാനിയേലിനെ, ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിന് ശരീരമെല്ലാം കെട്ടി ബാല്യക്കാരെടുത്തുകൊണ്ട് പോയി തീച്ചുളയിലിട്ടു. പക്ഷേ ആ തീച്ചുളയുടെ ചൂട് കാരണം ഈ കൊണ്ടുപോയവർ അവിടെ വീണ് ചത്തു. എന്നാൽ രാജാവ് കണ്ട വലിയൊരു സംഭവം എന്താണെന്നറിയാമോ? ആ തീച്ചുളയിൽ ഈ കെട്ടൊക്കെ അഴിഞ്ഞ് 3 പേർക്ക് പകരം 4 പേരെ അവിടെ കണ്ടു രാജാവ്. നെബൂഖദ്നേസർ രാജാവ് 3 പേർക്ക് പകരം 4 പുരുഷന്മാരെ തീച്ചുളയിൽ കണ്ടു. അപ്പം നെബൂഖദ്നേസർ രാജാവ് കത്തുന്ന തീച്ചുളയുടെ വാതിക്കൽ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ അത്ര വലിയ ശക്തി കൂടിയ തീച്ചുളയിൽ ഇട്ടിട്ടും കൊണ്ടുപോയവർ ചത്തുപോയിട്ടും ഇവർക്കൊന്നും സംഭവിക്കാതെ കെട്ടൊക്കെ അഴിഞ്ഞ് അതിൽ കൂടി നടക്കുന്നത്, 4ാമതൊരാൾ ഉൾപ്പെടെ നടക്കുന്നത് കണ്ട് രാജാവിന് നല്ല ബോധ്യം വന്നു.
ദൈവം തമ്പുരാനാണ് അവരെ സംരക്ഷിച്ചതെന്ന്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ പുറത്തു വരുവേൻ. അപ്പം രാജാവിൻ്റെ പ്രസ്താവന ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനെന്നാണ്. മനസ്സിലായില്ലേ? പുറജാതി അവരുടെ വളരെ ശക്തമായ സ്റ്റാൻഡ്, അവരുടെ അടുത്ത തീരുമാനം. ഒരു കുറ്റവും ദാനിയേലിന്, ഇത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ കാര്യമാണ്. എന്നാൽ ഒരു കുറ്റവും ദാനിയേലിനെതിരെ അവർക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞതുകൊണ്ട് അവിടുത്തെ ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരും അധ്യക്ഷന്മാരും ദേശാധിപതികളും എല്ലാവരും കൂടെ കൂടിയിട്ട് അവരൊരു ഗൂഢാലോചന നടത്തി വളരെ രഹസ്യത്തിൽ രാജാവിനെ കൊണ്ടൊരു കൽപ്പന പുറപ്പെടുവിച്ചു. 1 മാസം 30 ദിവസം രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. രാജാവ് അതിന് വശം വിട്ടു. എന്നിട്ട് ആരെങ്കിലും അങ്ങനെ രാജാവിനോടല്ലാതെ വേറെ അവരുടെ ദൈവത്തോട് യാചന കഴിച്ചാൽ അവരെ സിംഹകുഴിയിലിട്ട് കളയണമെന്ന്. എന്നാൽ ദാനിയേലിന് ഭയമുണ്ടായില്ല. പതിവനുസരിച്ച് വാതിൽ തുറന്നിട്ട് മുട്ടുകുത്തി 3 പ്രാവശ്യം ദിവസം ദാനിയേൽ പ്രാർത്ഥിച്ചു. പതിവനുസരിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ കൽപ്പന അനുസരിച്ച് ദാനിയേലിനെ സിംഹകുഴിയിൽ ഇടണം. കാരണം അവരുടെ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ട് രാജാവിൻ്റെ തുല്യം ചാർത്തി കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു കാരണവശാലും രാജാവ് പോലും തീരുമാനിച്ചാൽ മാറ്റപ്പെടുന്നതല്ല. രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഇവരുടെ ചതി പിന്നാണ് രാജാവിന് മനസ്സിലായത്. ഈ സിംഹകുഴിയിലിട്ടതിന് ശേഷം രാജാവ് തിരിച്ച് അരമനയിൽ പോയിട്ട് ഉപവസിച്ചു എന്നാണ് പറയുന്നത് ദാനിയേലിന് വേണ്ടി. അപ്പം എത്രമാത്രം സ്വാധീനമാണ് ദാനിയേലിന് ഈ രാജാവിൻ്റെ മേൽ ചെലുത്തുവാൻ കഴിഞ്ഞിരുന്നതെന്നുള്ളതാണ്. രാജാവ് എന്നിട്ട് രാത്രി മുഴുവൻ ഉപവസിച്ചിട്ട് അതിരാവിലെ എഴുന്നേറ്റ് സിംഹകുഴിയിൽ ഗുഹയുടെ അടുത്ത് പോയിട്ട് ചെന്നിട്ട് വിളിച്ചെന്തോന്നറിയാമോ? ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. എത്ര മഹത്വകരമായ സ്വാധീനം ഇവിടെ! ശരിക്കും ദൈവത്തെ കണ്ടെത്തുവാൻ നെബൂഖദ്നേസറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എഴുന്നേറ്റ് സിംഹകുഴിയിൽ അടുത്തിയെന്ന ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അപ്പോൾ ദാനിയേലിൻ്റെ ഉത്തരം എന്താണെന്ന് അറിയാമോ? സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. എത്ര വലിയ സാക്ഷ്യമാണ്! കൊച്ചു ഇത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ ആരും പിടിച്ച് സിംഹത്തിൻ്റെ കുഴിയിൽ ഇടുന്നില്ലായിരിക്കാം. പക്ഷെ ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ. പക്ഷെ അതിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മൾ തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു വിദേശ കോടതിയിൽ, അപ്പോൾ ഒടുവിൽ ബാബിലോണിൻ്റെ പതനത്തിന് മേദ്യപേർഷ്യയുടെ ഉദയത്തിനു ശേഷം യഹൂദന്മാരിൽ പലരും തങ്ങളുടെ സ്വദേശമായ യെരുശലേമിലേക്ക് അവർ മടങ്ങിപ്പോയി. അവരുടെ പൂർവ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. കാരണം ബാബിലോൺ രാജാവ് ആ രാജ്യം ക്ഷയിച്ചു. അതിനുശേഷം മേദ്യപേർഷ്യ വന്നു. മേദ്യപേർഷ്യയുടെ സമയത്ത് ഒരുപാട് യഹൂദന്മാർ പ്രവാസികളായിരുന്നവർ അവർ മടങ്ങിപ്പോയി. എന്നാൽ ഇവിടെ പറയുന്നത് പൂർവീയ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഒരു പരിധി വരെ ആളുകൾ കൂടുതൽ പോയി. ബാക്കി കുറച്ച് പേര് മാത്രം അവിടെ ശേഷിച്ചു. എസ്തർ 2:1 മുതൽ 9 വരെയുള്ള ഭാഗത്ത് രാജപ്രീതി നഷ്ടപ്പെട്ട വസ്തി രാജ്ഞി രാജ്യവട്ടത്തിൽ നിന്ന് നിഷ്കാസിതയായി. അപ്പോൾ പുതിയ ഒരു രാജ്യം തേടുന്നതിനിടയിൽ എസ്തറും അവളുടെ ചിറ്റപ്പനായ മൊർദെഖായിയും ആദ്യമായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന അന്നേരമാണ്. അതുവരെ അവർ ചിത്രത്തിലില്ല. അപ്പോൾ വസ്തി രാജ്ഞി ആ രാജ്ഞിയുടെ സ്ഥാനത്ത് നിന്ന് നിഷ്കാസിതനായപ്പോൾ ഒരു പുതിയ രാജ്യം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി
അവിടെ ആഹ്വാനം ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് എസ്തേറിനെയും മൊർദെഖായിയെയും നാം കാണുന്നത്. ഈ എസ്തർ അവൾ രൂപവതിയായിരുന്നു, സുമുഖയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം മറ്റു യുവതികളോടൊപ്പം എസ്തേറിനെയും ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നു. ഹേഗായി എന്ന് പറയുന്ന കാര്യവിചാരകനായിരുന്നു, അയാളാണ് ഇവർക്ക് സംരക്ഷണം കൊടുത്തിരുന്നത്. അപ്പം ഈ ഹേഗായിക്ക് ഈ എസ്തേറിനോട് വളരെ താല്പര്യം തോന്നിട്ട് അവർക്ക് ദാസിമാരെയും കൊടുത്തു. അപ്പോൾ എസ്തേർ അവളുടെ ജാതിയും കുലവും ഒന്നും ഇവളെ കൊട്ടാര അന്തപുരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരോടും പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറയരുതെന്നും പ്രത്യേകം മൊർദെഖായി നിർദ്ദേശിച്ചിരുന്നു. മൊർദെഖായിയുടെ ജോലി എന്ന് പറഞ്ഞ ഒരു രാജകീയ ഉദ്യോഗസ്ഥനായിരുന്നു. പടിവാതിൽക്കൽ കാവൽക്കാരനായിരുന്നു മൊർദെഖായി. അപ്പം കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ എന്നും ഇരിക്കുകയും ദത്തുപുത്രിയായ എസ്തേറിനോടൊപ്പം ശൂഷൻ രാജധാനിയിൽ താമസിക്കുകയും ചെയ്തു. ഇവിടെ നാം ഒരു പ്രത്യേക കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേവല അനാഥയായ ഒരു അടിമ പെൺകുട്ടിയാണ് എസ്തേർ. എന്നാൽ പേർഷ്യൻ രാജ്യത്തിൻ്റെ രാജ്ഞി പദത്തിലേക്ക് ഉയർത്തപ്പെട്ടത് വലിയവനായ ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ പ്രവൃത്തി മൂലമാണ്. സാധാരണഗതിയിൽ അനാഥയായ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു സ്ഥാനം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. വസ്തി രാജ്യസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എസ്തേറിനെ രാജ്ഞിയായി അവരോധിച്ചത്. ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് മൊർദെഖായിയുടെ വിശ്വസ്ത സാക്ഷി. മൊർദെഖായിയും എസ്തേറും ഒരു വിദേശ രാജ്യത്ത് താമസിക്കുന്നത് പോലെ തന്നെയാണ് ജീവിച്ചത്. അവർ യഹൂദരാണ്, അവരുടെ സ്വന്തം രാജ്യം അവിടെ അല്ല. അവരൊരു വിദേശത്ത് താമസിക്കുന്നത് പോലെ അവിടെ താമസിച്ചു. അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. ഈ വളരെ വിശ്വസ്തനായിരുന്നു മൊർദെഖായി. അപ്പം ഈ രാജധാനിയിലെ വാതിൽ കാവൽക്കാരൻ അങ്ങനെ അവിടെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ 2 പേര് രാജാവിനെതിരായിട്ട് ഗൂഢാലോചന നടത്തുകയും രാജാവിനെ കൊല ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ മൊർദെഖായി ഈ വിവരം എസ്തേറിൽ കൂടി രാജാവിനെ അറിയിക്കുകയും അങ്ങനെ അറിയിച്ച വിവരം കൊട്ടാരത്തിലെ മറ്റ് പ്രവൃത്തികൾ എഴുതുന്ന പുസ്തകത്തിലെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അഹശ്വേരോസ് രാജാവ് പ്രഭുക്കന്മാരിൽ ഒരാളായിരുന്ന ഹാമാനെ ശരിക്കും തൻ്റെ ഉന്നത പദവി കൊടുത്തു. പ്രധാനമന്ത്രി എന്നുള്ള അതുപോലത്തെ പദവി കൊടുത്തു. അപ്പോൾ ഈ ഉന്നത പദവി കിട്ടിയ സമയത്ത് ഈ ഹാമാൻ ഭയങ്കര അഹങ്കാരിയായി മാറി. അപ്പം അവന് ഈ അഹങ്കാരം മൂത്തിട്ട് അവൻ്റെ മുമ്പിൽ കൂടെ വരുന്നവരെല്ലാം അവനെ ഒരു ദേവന് തുല്യനായി വന്ദിക്കണം എന്നുള്ളൊരു ശാഠ്യമുണ്ടായി. അങ്ങനെ ഈ രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ ഈ കാവൽക്കാരനായ മൊർദെഖായിയെ കടന്നു വേണം പോകാൻ. മൊർദെഖായി യഹൂദനായതുകൊണ്ട് ആരെയും അങ്ങനെ നമസ്കരിക്കത്തില്ല, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്നാണ് മൊർദെഖായി പഠിച്ചിട്ടുള്ളത്. ഈ ഹാമാനെ നമസ്കരിക്കാത്തത് കാരണം ഹാമാന് ഇവനോട് ദേഷ്യം തോന്നുകയും എങ്ങനെയെങ്കിലും ഇവനെയും ഇവൻ ഉൾപ്പെടുന്ന ജാതിയെ നശിപ്പിച്ച് കളയണമെന്ന് അവൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ എസ്തർ രാജ്ഞിയായിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞു. ഈ മൊർദെഖായി ഈ ഗൂഢാലോചന പറഞ്ഞ് ഈ ഹാമാനെ പ്രധാനമന്ത്രിയാക്കി. ഈ ഹാമാനെ മൊർദെഖായി വണങ്ങാത്ത ആ കാലഘട്ടം എന്ന് പറയുന്നത് എസ്തർ രാജ്ഞി ആയതിനു ശേഷം 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം യഹൂദ ജാതിയെ ഉന്മൂലനം ചെയ്യുവാൻ ഉള്ളതിൻ്റെ ആവശ്യകത ഹാമാൻ രാജാവിനെ വന്ന് ബോധ്യപ്പെടുത്തി. എന്താ അവർ പറഞ്ഞു കൊടുത്തതെന്നറിയാമോ? എല്ലാ സംസ്ഥാനങ്ങളിലും യഹൂദ ജാതി ചിതറി പാർക്കുന്നുണ്ട്.
അവർ പേർഷ്യൻ കൽപ്പനകൾ അനുസരിക്കുന്നില്ല, നിയമങ്ങൾ അനുസരിക്കുന്നില്ല. പകരം അവർക്ക് ന്യായപ്രമാണമുണ്ട്, അതുമാത്രമാണ് അവർ അനുസരിക്കുന്നത്. അതനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അതാണ് ഹാമാന് ഇവർക്കെതിരായിട്ടുള്ള മൊർദെഖായിക്കെതിരായിട്ടുള്ള കുറ്റം ആരോപിച്ച് രാജാവിനെ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഈ ജാതി നിനക്ക് ദോഷമുള്ളൊരു ജാതി ആയതുകൊണ്ട് ഇനി ഇവരെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവരെ ഉന്മൂലനം ചെയ്യണം. അങ്ങനെ ചെയ്യുവാനൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് എങ്കിൽ ഞാൻ 10,000 താലന്ത് വെള്ളി ഭണ്ഡാരത്തിലേക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതിന് യാതൊരു ന്യായവുമില്ല, ഒരു കാരണവുമില്ല. രാജാവ് വെറുതെ അയാളുടെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്നിട്ട് ഈ കൽപ്പന പുറപ്പെടുവിക്കുന്ന ഉടനെ രാജാവിൻ്റെ മോതിരമൂരി കൊടുത്ത് രാജാവിൻ്റെ മുദ്രമോതിരം കൊണ്ടാണ് അത് സീൽ ചെയ്തത്. എന്നാൽ ഇങ്ങനെ ഒരു അനുവാദം ഹാമാന് കൊടുത്തതിൽ മൊർദെഖായിക്കും എസ്തേറിനും വലിയ ദുഃഖമുണ്ടായി. ഇവിടെ ഹാമാനെ സംബന്ധിക്കുന്നിടത്തോളം ഹാമാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവനൊരു പ്രതികാരദാഹിയായി. ആ രാജാവ് അഹശ്വേരോസ് രാജാവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് രാജാവ് ഒരു വികാര ജീവിയുമാണെന്ന്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ്, മനസ്സറിയാതാണ് ചെയ്തത് എങ്കിലും രാജാവ് അതിന് അനുവാദം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ രാജാവ് തൻ്റെ മോതിരം ഹാമാന് കൊടുത്തു. മാത്രമല്ല ഹാമാൻ പറഞ്ഞ ആ 10,000 താലന്ത് വെള്ളി അത് രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് വേണ്ട, അതും നീ അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. അവിടെ ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന സാത്താൻ്റെ ഒരു ഇടപെടലുണ്ട് അതിനകത്ത്. നീ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക ആ ജാതിയെ. അപ്പോൾ ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുവാനും ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഭരണ നേതൃത്വം വഹിക്കുന്ന എല്ലാവർക്കും രാജാവിൻ്റെ മോതിരത്തിൻ്റെ അടയാളത്തോട് അറിയിച്ചു. അങ്ങനെ അത് ശൂഷൻ രാജധാനിയിലും ഈ അറിയിപ്പ് കിട്ടി. എല്ലാ യഹൂദനെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരെയും കൊല്ലുകയും അവരുടെ സ്വത്തുകൾ മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്യാം. ഇപ്പം ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ, അങ്ങനെയാണ് അതിനകത്തെ ആ ചെറിയ തലവാചകം. അപ്പോൾ സഹായത്തിനായി മൊർദെഖായി എസ്തേറിനോട് ഇപ്പം ഇതിനൊരു കൽപ്പന പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോൾ യഹൂദ ജാതി പരിപൂർണമായി നശിപ്പിക്കപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാകും. അപ്പോൾ രാജ്ഞി പദത്തിൽ ഇരുന്നു കൊണ്ടൊരു സഹായത്തിനായി മൊർദെഖായി എസ്തേറിനെ ബന്ധപ്പെട്ടപ്പോൾ അവൾ അഹശ്വേരോസ് രാജാവിനെ വിവാഹം കഴിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. എന്നാൽ രാജാവിൻ്റെ പ്രത്യേക ക്ഷണമില്ലാതെ ഈ രാജ്ഞിക്ക് രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ കഴിയില്ല, രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ മുറിയിൽ വരാൻ കഴിയുകയില്ല. അങ്ങനെ വരണമെങ്കിൽ രാജാവ് പ്രത്യേകമായി രാജ്ഞിയെ ക്ഷണിക്കണം. അതാണ് പേർഷ്യൻ നിയമം. ഈ നിയമം ആരെങ്കിലും ലംഘിച്ചാൽ മരണമാണ് ശിക്ഷ. അപ്പോൾ മൊർദെഖായിയുടെ വിശ്വാസം എസ്തേറിൻ്റെ വിശ്വാസത്തെ കുറേ കൂടെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മൊർദെഖായി പറഞ്ഞ വാക്കുകൾ, ഈ മൊർദെഖായി ഈ എസ്തേറിനോട് പറയുന്ന കുറേ വാക്കുകളുണ്ട്. അതാണ് വാസ്തവത്തിൽ എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ ഭാഗം. അവിടെ പറയുന്നത്, മൊർദെഖായി എസ്തേറിനോട് പറയാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. എന്നുവെച്ചാൽ നീ രാജധാനിയിലായതുകൊണ്ട് നീ സുരക്ഷിതയായിരിക്കുമെന്ന് നീ തീരുമാനിക്കരുത്, നീ അങ്ങനെ വിചാരിക്കണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണം ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം? ഇതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും കാതലായ ഭാഗം. മനസ്സിലായില്ലേ? 4-ാം അധ്യായം 13-14 വാക്യം. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നീ ഒട്ടും സുരക്ഷിതയല്ല,
നീ എന്തെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ ഉറപ്പാണ് നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എന്നാൽ യഹൂദന് ദൈവം വേറൊരിടത്തു നിന്ന് ഉദ്ധാരണം കൊടുക്കും. ഇതിനായിട്ടല്ലോ നിന്നെ ആക്കിയിരിക്കുന്നത്. എന്നാൽ മൊർദെഖായി ഒഴിച്ച് മറ്റാർക്കും, മൊർദെഖായിക്ക് എസ്തറിന് മാത്രമേ അറിയുള്ളൂ അവർ യഹൂദരാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരിക്കൽ അവൾ പങ്കാളിയാകാൻ, ഈ മൊർദെഖായി പറഞ്ഞ ആ കാര്യത്തോട് യഹൂദ ജാതിയെ രക്ഷിക്കാനായി അവൾ പങ്കാളിയാകാൻ തീരുമാനിച്ചപ്പോൾ അവളുടെ ജീവിതം പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിലുള്ള അവളുടെ വിശ്വാസം ശക്തമായിരുന്നു. ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഈ പരീക്ഷണ ഘട്ടത്തിൽ അവൾക്ക് വിജയിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം അവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. മൊർദെഖായിക്ക് അവൾ ഒരു ഉത്തരം കൊടുത്തു. അത് അവളുടെ വിശ്വാസം വെളിപ്പെടുത്തുന്നതായിരുന്നു. അവൾ കൊടുത്ത ഉത്തരം, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. എസ്തർ 4:16. അപ്പം ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവളൊരു തീരുമാനത്തിലെത്തി. പക്ഷെ ആ തീരുമാനം സ്വയമായിട്ട് അവൾക്ക് ചെയ്യാൻ കഴിയില്ല. ദൈവസഹായം ഉണ്ടെങ്കിലേ ചെയ്യുവാൻ കഴിയുള്ളൂ. അതവൾ മനസ്സിലാക്കി. അവൾ മൊർദെഖായിയോട് അതുതന്നെ പറഞ്ഞു. എല്ലാ യഹൂദന്മാരെയും വിളിച്ചു കൂട്ടി 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കുകയും, പിന്നെ നിയമപ്രകാരം അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോകും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അപ്പോൾ മൊർദെഖായി ഈ വിവരം ശൂശനിലുള്ള മുഴുവൻ യഹൂദ സമൂഹത്തിനോട് പറഞ്ഞു. അവർ അങ്ങനെ തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ആ അപകടകരമായ നിമിഷത്തിന് വേണ്ടി എസ്തർ കാത്തിരുന്നു. അത് ഫേസ് ചെയ്യാനായിട്ട് അവൾ സ്വയം തയ്യാറുമായി. അപ്പം 3-ാം ദിവസം എസ്തർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു രാജഗൃഹത്തിൻ്റെ നേരെ നിന്നു. അപ്പോൾ അവൾ രാജധാനിയിൽ രാജാവിൻ്റെ സിംഹാസനം ഇരിക്കുന്ന മുറിയിൽ ചെന്നു. അതിൻ്റെ പ്രാകാരത്തിൽ നിന്നു. സിംഹാസനത്തിൽ നേരെ നിന്നു. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എസ്തർ പ്രാകാരത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് രാജാവിന് അവളോട് കൃപ തോന്നി. അതാണ് ഈ പ്രാർത്ഥനയുടെ ഫലം. രാജാവ് അവിടെ ചെന്നിട്ട് രാജാവിന് അവളോട് കൃപ തോന്നി. തൻ്റെ ചെങ്കോൽ രാജാവ് എസ്തറിൻ്റെ നേരെ നീട്ടി. അതൊരു പേർഷ്യൻ ആചാരമാണ്. രാജാവിനെ കാണാൻ അനുവാദമില്ലാതെ ആരെങ്കിലും അവിടെ ചെന്നാൽ, ഈവൻ അനുവാദത്തോട് ചെന്നാലും രാജാവ് ചെങ്കോൽ നീട്ടും. ചെങ്കോലിൻ്റെ അഗ്രത്തിൽ തൊട്ടെങ്കിൽ മാത്രമേ അവൾക്ക് പ്രാണഭയമില്ലാതിരിക്കുകയുള്ളൂ, ജീവരക്ഷ ഉള്ളൂ. അപ്പോൾ എസ്തറിൻ്റെ നേരെ നീട്ടി. എസ്തർ അടുത്ത് ചെന്നു, ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. എസ്തർ 5:1-2. അപ്പം രാജാവ് എസ്തർ രാജ്ഞിയെ എന്ത് വേണം, എന്താകുന്നു നിന്റെ അപേക്ഷ? അപ്പം ദൈവം എസ്തർ രാജ്ഞിയുടെ പ്രാർത്ഥന കേട്ടു. അവരുടെ ഉപവാസം സ്വീകരിച്ചു. രാജാവിൻ്റെ മനസ്സിന് മാറ്റമുണ്ടാക്കി. എന്ത് വേണം നിനക്ക്? രാജ്യത്തിൻ്റെ പകുതിയോളമായാലും തരാൻ എനിക്ക് മനസ്സാണ്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഹാമാനെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല. നമ്മളാണ് ചാടിക്കയറി പറഞ്ഞേനെ. പക്ഷേ ഒരുത്തരും ഒന്നും പറഞ്ഞില്ല. പകരം ഞാൻ ഒരുക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും കൂടി വരണം എന്ന് പറഞ്ഞു. ഹാമാൻ സന്തോഷവാനായി. അപ്പം ഇവിടെ ഹാമാൻ കുറേ കൂടെ സന്തോഷവാനായി. കാരണം രാജാവ് ബഹുമാനിക്കുന്നത് പോരാതെ രാജ്ഞിയും ബഹുമാനിക്കുന്നല്ലോ. വേറെ ആരെയും വിളിച്ചില്ലല്ലോ, എന്നെ മാത്രമേ വിളിച്ചുള്ളല്ലോ രാജാവിൻ്റെ കൂടെ ചെല്ലാൻ. എന്നാൽ ഹാമാൻ സന്തോഷവാനായിപ്പോയി. എന്നാൽ രാജാവിൻ്റെ ഈ പോയ വഴിക്ക് രാജാവിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ മൊർദെഖായി ഇരിക്കുന്ന കണ്ടപ്പോൾ യാതൊരു കൂസലും ഇല്ലാതെ മൊർദെഖായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹാമാന് ഭയങ്കര കോപം വന്നു. മൊർദെഖായിയുള്ള കോപത്തിൻ്റെ കാരണം അവൻ്റെ സ്നേഹിതരോട് പറഞ്ഞു. അവന് യാതൊരു ബഹുമാനം എന്നോടില്ല, അവൻ അഹങ്കാരിയാണ്. അത് അവൻ്റെ സ്നേഹിതരോട് പറഞ്ഞപ്പോൾ സ്നേഹിതർ അവനൊരു ഉപദേശം കൊടുത്തു. ഒരു കഴുകുമരം ഉണ്ടാക്കിയിട്ട് അതിലങ്ങ് തൂക്കി കൊന്നേക്കാൻ.
അവരുടെ ഉപദേശമാണത്. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ഈ എസ്തർ വിളിച്ച് പോയതിന് ശേഷം രാജാവിന് ഉറക്കം വന്നില്ല. രാത്രിയിൽ ദിനവൃത്താന്ത പുസ്തകം വായിക്കുവാൻ സേവകനോട് പറഞ്ഞു. സേവകൻ പുസ്തകം എടുത്ത് വായിച്ചു. ആ എടുത്ത് വായിച്ച ഭാഗം എന്ന് പറയുന്നത് ഈ രാജധാനിയുടെ കവാടത്തിൽ മൊർദെഖായി ഇരുന്ന ആ സ്ഥലത്ത് ആ രണ്ടുപേരും നടത്തിയ ഗൂഢാലോചനയുടെ വിവരം മൊർദെഖായി എസ്തറിൽ കൂടി രാജാവിനെ അറിയിച്ച് രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ്. അത് കേട്ട ഉടനെ തന്നെ രാജാവ് ചോദിച്ചു, ഈ സൽപ്രവൃത്തിക്ക് മൊർദെഖായിക്ക് എന്ത് ബഹുമാനവും കൊടുത്തു എന്ന്. ആ രാജാവിൻ്റെ ചോദ്യത്തിന് അങ്ങനെ ഒരു ബഹുമാനവും കൊടുത്തതായിട്ട് അവരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആ സമയം മൊർദെഖായിയെ കഴുമരത്തിൽ കയറ്റി കൊല്ലുവാനായിട്ട് അനുവാദം വാങ്ങിക്കുന്നതിന് വേണ്ടി ഹാമാൻ പ്രാകാരത്തിൽ നിൽപ്പുണ്ടായിരുന്നു. അത് സേവകൻ പറഞ്ഞപ്പോൾ രാജാവ് ഹാമാനെ വിളിപ്പിച്ചു. അകത്തേക്ക് വിളിപ്പിച്ചിട്ട് രാജാവ് ഹാമാനെ വിളിച്ചിട്ട് ഹാമാനോട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം ചെയ്തു കൊടുക്കണം, നിൻ്റെ അഭിപ്രായം പറയാൻ. അപ്പോൾ ഹാമാൻ ഒരു വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. കാരണം ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നത്, രാജാവിനാൽ ബഹുമാനിക്കപ്പെടുന്നത് ഹാമാനാണ്. അങ്ങനെയാണെങ്കിൽ ഹാമാൻ അല്ലാതെ പിന്നെ വേറെ ആരാണ്? അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ മാർഗം തന്നെ രാജാവിനോട് ഹാമാൻ ഉപദേശിച്ചു. എന്തായിരുന്നെന്നറിയാമോ? രാജാവ് ധരിക്കുന്ന രാജവസ്ത്രവും രാജകിരീടവും ധരിപ്പിക്കണം. രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടെ കൊണ്ടു നടന്ന രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്നവനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞതെന്നറിയാമോ? രാജാവ് ഹാമാനോട്, നീ പറഞ്ഞതുപോലെ എല്ലാം ആ രാജധാനിയുടെ കവാടത്തിൽ വാതിൽക്കൽ ഇരിക്കുന്ന മൊർദെഖായിക്ക് ചെയ്യുക, ഒട്ടും കുറയരുതെന്നൂടെ പറഞ്ഞു. രാജവസ്ത്രം വേണം, കിരീടം വേണം, രാജാവിൻ്റെ കുതിര വേണം, മുമ്പിൽ ആൾ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനെ ഇങ്ങനെ ചെയ്യുമെന്ന്. രാജാവ് ഒട്ടും കുറയരുതെന്ന് പറഞ്ഞത് കാരണം രാജാവ് കൽപ്പിച്ചതെല്ലാം ഹാമാൻ ചെയ്തു. എന്നാൽ ഇവിടെ ഹാമാന് സന്തോഷമുണ്ടാകുന്നതിന് പകരം ഹാമാന് ദുഃഖിതനായി. അപ്പോൾ അവൻ്റെ ഭാര്യയും ഇവിടെ ഒരു വലിയ സാക്ഷ്യം നമുക്ക് കേൾക്കാം. അപ്പം അവൻ്റെ ഭാര്യയും അവൻ്റെ സ്നേഹിതരും അവനോട് പറഞ്ഞു, നീ മൊർദെഖായിയുടെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി, അവൻ യഹൂദനല്ലോ, നീ അവനെ ഒരിക്കലും ജയിക്കില്ല, കാരണം ദൈവം അവനോടുകൂടെ ഉണ്ട്. അവൻ യഹൂദനല്ലോ, നീ അവനെ ജയിക്കില്ല. അപ്പം രണ്ടാമത്തെ ദിവസത്തെ വിരുന്നിലും രാജാവ് ഹാമാനും പങ്കെടുത്തു. രാജാവ് എസ്തർ രാജ്ഞിയോട് ഇപ്പോഴും ചോദിച്ചു, എന്താണ് നിൻ്റെ ആഗ്രഹം, നിനക്ക് എന്താണ് വേണ്ടത്? രാജാവിന് അപ്പോൾ അന്നേരം അവൾ പറഞ്ഞു, രാജാവ് തിരുവുള്ളമുണ്ടായിട്ട് എന്നെയും എൻ്റെ ജനത്തെയും രക്ഷിക്കണമേ, കൊന്നുമുടിക്കുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും രക്ഷിക്കണമേ, വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ എന്ന് എസ്തർ ഉത്തരം പറഞ്ഞു. ഇവിടാണ് ശരിക്കും അതിനായിട്ടല്ലോ നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്ന ആ വസ്തുത മൊർദെഖായിയുടെ ഓർമ്മപ്പെടുത്തൽ ഇവിടെയാണ് ഫലവത്തായി തീരുന്നത്. എന്നെയും എൻ്റെ ജനത്തെയും രക്ഷിക്കണമേ, കൊന്നുമുടിക്കുവാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്നും രക്ഷിക്കണമേ, വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ എന്ന് എസ്തർ പറഞ്ഞു. അപ്പം മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ ഒരുക്കിയ കഴുകുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിലേറ്റി. എസ്തർ 9:1-12 വരെ. പാഴ്സി രാജാവിൻ്റെ അനുവാദത്തോടെ യഹൂദജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം നടത്തിയ വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഇവർക്ക് തിരിച്ചാണ് ചെയ്യാൻ കഴിഞ്ഞത്. യഹൂദജനത്തിന് ഒന്നും ചെയ്യുവാൻ അവർക്ക് ഹാമാൻ കൊടുത്ത കൽപ്പനയ്ക്കോ കഴിഞ്ഞില്ല. പകരം ദൈവം ഇവർക്ക് കൊടുത്തു, നിങ്ങൾക്കിഷ്ടം പോലെ നിങ്ങൾ മറ്റവരോട് ചെയ്തു കൊള്ളുക. യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ
പേർഷ്യക്കാർ ശ്രദ്ധിച്ചു. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. അനേകം ആളുകൾ യഹൂദന്മാരായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു പ്രവൃത്തി, ദൈവം കാണിക്കുന്ന, ദൈവം ചെയ്ത അനുഗ്രഹം അവർ കണ്ട് മനസ്സിലാക്കി. അപ്പം നമ്മൾക്കുള്ള ദൗത്യം എന്താണ്? നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളിൽ കൂടെ അനേകർ ദൈവഭാഗത്ത് വരണം. അതല്ല ഇവിടെ സംഭവിച്ചേ. അനേകർ യഹൂദന്മാരായി എന്നാണ് പറയുന്നത്. എങ്ങനെ വന്നതെന്നറിയാമോ? യഹൂദന്മാരെക്കുറിച്ചുള്ള പേടി ദേശത്തെ ജാതികളുടെ മേൽ വീണിരുന്നത് കൊണ്ട് അവർ പലരും യഹൂദന്മാരായി. യഹൂദ ജനതയുടെ നേതാക്കൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിഞ്ഞു. യഹൂദർ പ്രതിരോധത്തിൽ വിജയിച്ചപ്പോൾ അവൻ തങ്ങളുടെ വിജയത്തിൻ്റെ ശരിക്കും വലിയ പ്രതിരോധമായിരുന്നു യഹൂദ ജനതയ്ക്ക്. അവർക്കതിനകത്തുനിന്ന് വിജയം ലഭിച്ചു. ആ വിജയം ലഭിച്ചതിൽ നിന്നാണ് ഈ പൂരീം എന്ന് പറയുന്ന പെരുന്നാൾ അവർ ആഘോഷിക്കുന്നത്. യഹൂദ ജനതയുടെ നേതാക്കൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിഞ്ഞ് യഹൂദന്മാർ സ്വയം തങ്ങളുടെ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി ആഘോഷിക്കുന്നതാണ് പൂരീം ഉത്സവം. ഈ ഉത്സവത്തിനാണ് പൂരീം എന്ന് പറയുന്നത്. ഈ ദിവസം ഇപ്പോഴും ദൈവത്തിൻ്റെ വിടുതലിനായി, അതിനെ സ്മരണയ്ക്കായി നന്ദി പറയുന്നതിൽ യഹൂദജനം ചെലവഴിക്കുന്നു. അപ്പം നമ്മുടെ മനപ്പാഠവാക്യത്തിൽ ഇനി ഒന്നുകൂടെ നമ്മൾ പറയുന്നതിൽ വളരെ പ്രസക്തിയുണ്ട്. കാരണം എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഇതുതന്നെയാണ് ദൈവം നമ്മോടും ആവശ്യപ്പെടുന്നത്. എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. അപ്പം നിന്നെ പ്രകാശമാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ നീ പ്രകാശിക്കണം. അതുതന്നെയാണ് ഇന്ന് നമ്മളോട് ആഹ്വാനം. രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചു. നമ്മളെല്ലാവരും പ്രകാശമായിരിക്കണം. നമ്മളുടെ പ്രകാശത്തിൽ അനേകായിരം ആകർഷിക്കപ്പെടണം, ദൈവഭാഗത്ത് വരണം. അതിന് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സുഖ്യ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ ഒരവസരം കൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് ഈ നല്ല വചനം പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവഭാഗത്ത് സാക്ഷ്യത്തോടുകൂടി നിന്ന മൊർദെഖായും എസ്തേറും അവർ ജീവിച്ചു. അവർ യഹൂദജാതിക്ക് നന്മ ചെയ്തു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവേ, ദൈവത്തിൻ്റെ രക്ഷ സകല ജാതികളും അറിയപ്പെടേണ്ടതിന് ഞങ്ങൾ ഒരു പ്രകാശമായി തീരുവാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ. അനേകായിരങ്ങൾ ദൈവഭാഗത്തുനിന്ന് വരുന്നതിന് അതിന് മുഖാന്തരമാക്കി തീർക്കുവാൻ തിരുമേനിക്ക് മനസ്സാകണം. ഞങ്ങളെ നല്ല പാത്രങ്ങളാക്കി കർത്താവ് ഉപയോഗിക്കണം. മാനവും മഹത്വവും അങ്ങ് എടുത്തൊടുവിൽ അങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ.